എടി നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്രയും സ്ക്വയർ കണ്ടോ, അതായത് വലിയൊരു പ്ലോട്ട്, അതും പക്ക സ്ക്വയർ ആയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ല. നമ്മൾ ട്രിവാൻഡ്രത്ത് ഈ ഒരു പ്ലോട്ടായിരിക്കും നമ്മൾ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം സ്ക്വയർ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 50 സെൻറ്റ്, കറക്റ്റ് 50 സെൻറ്റ് സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഈ ഡ്രോൺ വിഷ്വൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും സ്ക്വയർ കണക്കിനാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ കണക്കിന് നല്ല ക്ലിയർ കട്ടായിട്ട്, അതായത് 30 മീറ്ററാണ് ഫ്രണ്ടേജ് പറഞ്ഞാൽ ബാക്കിൽ 30 മീറ്റർ, അത്രയും ക്ലിയർ കട്ടായിട്ട് നല്ല സ്ക്വയർ കൊണ്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. നമ്മളെ ഈ പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടം വെട്ട് റോഡ് അറിയാലോ, നമ്മുടെ വെട്ട് റോഡിൻ്റെ അവിടെ നിന്ന് വെട്ട് റോഡിൽ പുതിയ രാമചന്ദ്രൻ വന്നിട്ടുണ്ടല്ലോ, ആ വഴി ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ, അതായത് രാമചന്ദ്രൻ്റെ അവിടെ നിന്ന് നേരെ 1 കിലോമീറ്റർ കയറി റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മളെ റെയിൽവേ പാലത്തിൻ്റെ അവിടെ എത്തും. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ വരുമ്പോൾ നമ്മളെ ഈ ടാർ റോഡ് ഫ്രണ്ടേജ് 30 മീറ്റർ വൈഡ് റോഡ് ഫ്രണ്ടേജിലുള്ള ഈ ഒരു 50 സെൻറ്റ് പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അതും പക്ക കരഭൂമി. ഈ ഡ്രോൺ വിഷ്വലിൽ നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും പക്ക സ്ക്വയർ ഭൂമിയാണ്. ഇതാക്കണ്ട, ഇത് ഈ അടിപൊളി കരഭൂമിയാണ്, നല്ല കരഭൂമി കണ്ട. ഇവിടെ ബെൽറ്റ് കോൺക്രീറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി മതിലിട്ടാടി ഇവിടെ മതിലേ നിങ്ങൾക്ക് അടിച്ചെടുത്താൽ മതി. ഇവിടെ എത്ര ഒരു മതിലടിച്ചാൽ ഫുൾ സൈഡ് മതിലാവും. ഇനി ഇവിടെയും കൂടെ മതിലടിച്ചാൽ മതി. ബാക്കി ഇത് അവിടെ സൈഡെല്ലാം മതിലുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് പൊക്കത്തിൽ അടിച്ചിട്ടെടുത്താൽ മതി, അത്രേ ഉള്ളൂ. അത്രയും ചെയ്തെടുത്താൽ മതി. ഇപ്പം നേരത്തെ എനിക്ക് തോന്നുന്നത് ഇതിവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. കണ്ട പയ്യന്മാരവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, നമ്മുടെ സ്റ്റമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്ന് നമുക്കിപ്പം കണിയാപുരം നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 1 കിലോമീറ്റർ വരും. പിന്നെ ടെക്നോ പാർക്ക്, നമ്മുടെ ടെക്നോ പാർക്ക് ഫേസ് 1, 2, 3 എല്ലാം ഒരു 3.5-4 കിലോമീറ്ററിനകത്ത് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്ന് നേരെ 1 കിലോമീറ്റർ കയറി എന്നുവെച്ചാണ് നമ്മുടെ കഴക്കൂട്ടം നാഷണൽ ഹൈവേ ആണ് അവിടെ നിന്ന്. പിന്നെ നമുക്ക് അവിടെ നേരെ നമുക്കിപ്പം മംഗലാപുരം പോകണമെങ്കിൽ അതുവഴി റൈറ്റ് കയറി മംഗലാപുരം, പിന്നെ അങ്ങോട്ട് നമുക്ക് കഴക്കൂട്ടം നമ്മുടെ ടെക്നോ പാർക്ക് ഫേസ് 1, 2, 3 അങ്ങോട്ടൊക്കെ. അപ്പോൾ അത്രയും നല്ല അടിപൊളി പ്ലോട്ടാണ്. നമ്മുടെ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് നമ്മുടെ മേനംകുളം സ്റ്റേഷൻ കളവൊക്കെ. ഇവിടെ നിന്ന് അടുത്താണ് 1-2 കിലോമീറ്ററിനകത്ത് തന്നെ സ്റ്റേഷൻ കളവൊക്കെ വരാൻ പറ്റും. നമ്മുടെ സിറ്റിയിൽ നിന്ന് കുറച്ചൊന്ന് മാറി ഒരു ഗ്രാമാന്തരീക്ഷമായിട്ടുള്ള ലെവലിലാണ് നമ്മളെ ഈ പ്ലോട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സ്ക്വയർ കണ്ടമാണ്. 50 സെൻറ്റ് നിങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുക, 50 സെൻറ്റ്, അതും 50 സെൻറ്റ് പക്ക സ്ക്വയർ ആയിട്ട് അങ്ങനെ കിട്ടാനാണ് പാട്. നമുക്ക് ഒരു പ്ലോട്ട് വാങ്ങുമ്പോഴേ എപ്പോഴും ഒരു സ്ക്വയർ കണ്ടാവിട്ട് കറക്റ്റായിട്ട് കിട്ടാൻ പാടായിരിക്കും. പക്ഷേ ഇതിൽ സ്ക്വയറാണ്. സാധാരണ ലാൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് എന്ത് പാടാണെന്നറിയാമോ, ഇത് ഒന്നും ചെയ്യേണ്ട, നല്ല പക്ക സ്ക്വയർ. അപ്പോൾ നല്ല അടിപൊളി പ്ലോട്ടാണ്. നമ്മുടെ ഈ പ്ലോട്ടിനെ ചോദിക്കുന്ന വിലയെന്ന് വെച്ചാൽ നല്ല വില കുറവിലാണ് പ്ലോട്ട് വന്നിട്ടുള്ളത്. ഇത് ആ പ്ലോട്ടൊക്കെ 7.5 ചോദിക്കുന്നത്, അത്രയൊന്നും ഇല്ല. നമുക്കിത് പെട്ടെന്ന് സെയിലാകാൻ വേണ്ടിയിട്ട് ഒരു മിനിമം റേറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്ലോട്ടിൽ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5.75 lakhs ആണ്. 5.25 ചോദിക്കുന്നത്. റേറ്റ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഡാറ്റ ഓൺ സംസാരിച്ച് ഡീലാക്കാം. ഈ പ്ലോട്ടിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇതാ കാണുന്നുണ്ട്, ഇത് ഫുള്ള് വില്ലാസാണ്. അപ്പം നിങ്ങളിപ്പം ഒരു വില്ല പ്ലോട്ട് ഡെവലപ്പർ ആണെങ്കിൽ ഈ പ്ലോട്ട് അഡ്വാൻസ് കൊടുത്ത് പ്ലോട്ട് തിരിച്ച് വീട് വെച്ചാൽ ഒരു 20 വീടൊക്കെ സുഖമായിട്ട് വയ്ക്കാം. അപ്പോൾ എന്തുമാത്രം കോടിക്കണക്കിന് ലാഭമാണ് കിട്ടുന്നത് പറയണ്ടല്ലോ. കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ അടിച്ച് കയറ്റാം. അപ്പോൾ അതിനുള്ള ഒരു കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി. ബാക്കി നിങ്ങളിത് എടുത്തിട്ട് അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ പ്ലോട്ട് അടിച്ച് കൊടുത്താൽ നല്ല ലാഭമായിരിക്കും. കാരണം നമ്മുടെ കഴക്കൂട്ടം വെട്ട് റോഡിന് തൊട്ടടുത്തുള്ള പ്ലോട്ടാണ്. നല്ല ഹൈലി ഡെവലപ്മെൻറ്റ് വരുന്ന ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഓണറിനെ വിളിച്ചോ, അതായത് ആ നമ്പർ, ഓണറുമായിട്ട് ഡയറക്റ്റ് ഡീലിങ്സ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഡീൽ ആക്കാൻ പറ്റും. നല്ല പക്ക സ്ക്വയർ പ്ലോട്ടാണ്. കണ്ട തെങ്ങ് നിൽക്കണ കരഭൂമിയാണ്. ഏരിയൽ വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ട പക്ക സ്ക്വയർ ആണ്. അപ്പം നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ഇനി ഏതെങ്കിലും ഒരു പ്ലോട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. പിന്നെ അതേപോലെ നമുക്കിപ്പം ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്ത് വെച്ചോ, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങളിപ്പോൾ രണ്ടിലും കാണണമെന്ന് എനിക്കറിയാം. ഫേസ്ബുക്കിലും കാണുന്നുണ്ട്, ചിലർ യൂട്യൂബിലും കാണുന്നുണ്ട്. അപ്പോൾ രണ്ടിൽ നിങ്ങൾ സബ്സ്ക്രൈബും ഫോളോ ബട്ടണും ചെയ്ത് വെച്ചോളണം. കാരണം ഇനിയും ചിലപ്പം പ്ലോട്ട് വരുമ്പോൾ നിങ്ങൾ മിസ്സാവും. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് ചെയ്ത് വെച്ചാൽ ഇനിയും നമുക്ക് ഏതെങ്കിലും ഇത് അഥവാ അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറെ അഫോർഡബിൾ റേറ്റിലുള്ള വേറെ വരുമ്പോഴേ അറിയാൻ പറ്റുമല്ലോ, ചെറിയ പ്ലോട്ടാണെങ്കിലും. അപ്പോൾ അതൊന്ന് പേജ് ഫോളോ ചെയ്ത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ.